തെക്കൻ ഗസയിൽ വ്യോമാക്രമണം ശക്തമായി തുടരുന്നു. ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിലെ അൽനാസർ ആശുപത്രി ഒഴിയണമെന്ന് ആവർത്തിക്കുകയാണ് ഇസ്രായേൽ. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ മാനുഷിക ദുരന്തം ഭയാനകമായിരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി UN സെക്രട്ടറി ജനറൽ. ബന്ദിമോചനത്തിനായി ഇസ്രായേൽ മുന്നോട്ടുവച്ച 2 മാസത്തെ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് തള്ളിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് ഷാമോനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷാമോൻ, ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ആക്രമണം ഇപ്പോൾ നേരിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ദിവസം മാത്രം 24ഓളം സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. ഈ ബന്ദിമോചന ചർച്ചകൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? ഹമാസിന്റെ നിലപാട് എന്താണ് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട്? അമൃത, യുദ്ധം അതിരൂക്ഷമായി തുടരുമ്പോഴും ഇസ്രായേൽ കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ 24 സൈനികരാണ് 24 മണിക്കൂറിനിടെ ഇന്നലെ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഇത്രയധികം വലിയൊരു കനത്ത തിരിച്ചടി ഇസ്രായേൽ നയിക്കുന്നത്. ഇത് ശരിക്കും ഞെട്ടിപ്പിക്കുന്നത് തന്നെ ഒരു സംഭവമായിരുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അടക്കം വളരെ രീതിയിൽ ഞെട്ടൽ ഇതിന് ശേഷം രേഖപ്പെടുത്തുകയും ഉണ്ടായി. ഇപ്പോൾ നമുക്ക് ലോകരാജ്യങ്ങൾ ഇപ്പം അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു പരിഹാരം എന്ന നിലയിൽ ദുരാഷ്ട്ര പരിഹാരമാണ് ലോകരാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം വെടിനിർത്തലും. ഇത് രണ്ടും ഇസ്രായേൽ സമ്മതിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ലോകരാജ്യങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉന്നയിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ഇതിനൊന്നും വഴങ്ങിയിട്ടില്ല. ഇന്നലെ 23 സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് വിജയം കാണും വരെ യുദ്ധം തുടരുമെന്നൊരു തരത്തിലുള്ള പ്രസ്താവനയാണ് നെതന്യാഹു പുറത്തിറക്കിയത്. എന്നാൽ ഈ സമയം തന്നെ ഇന്നലെ ഐക്യരാഷ്ട്രസഭയിലെ UN സെക്യൂരിറ്റി കൗൺസിൽ അംഗരാജ്യങ്ങളിലെ യോഗങ്ങൾ ചേർന്നിരുന്നു. അപ്പോൾ ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി ആന്റണിയോ ഗുട്ടറസ് ലോകരാജ്യങ്ങളോട് കൃത്യമായ രീതിയിൽ ഐക്യരാഷ്ട്രസഭയുടെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. അതായത് ഗസ വലിയൊരു മാനസിക ദുരന്തത്തിലോട്ടാണ് പോകുന്നത്. ഈ കൂട്ടശിക്ഷയ്ക്ക്, അതായത് ഗസയിലെ ജനങ്ങളെ കൂട്ടമായി ശിക്ഷിക്കുന്ന ഇതിന് ഒരു തരത്തിലുള്ള ന്യായീകരണവും ഇസ്രായേലിനെ നടത്താൻ സാധിക്കില്ല. ദ്വിരാഷ്ട്ര പരിഹാരത്തിന് അതുപോലെ തന്നെ വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാവണം എന്ന തരത്തിലുള്ളൊരു നിർദ്ദേശമാണ് UN ജനറൽ സെക്രട്ടറി മുന്നോട്ട് വെച്ചത്. ഇതിനൊപ്പം തന്നെ ഈ ഗസയിലെ ആശുപത്രികൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം കൂടുതലും നടക്കുന്നത് തെക്കൻ ഗസയിലാണ്. തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിലെ അൽനാസർ, അൽ അമൽ അടക്കമുള്ള എല്ലാ ആശുപത്രികൾ പരിസരത്തും ബോംബിങ് കനത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ ഇവിടങ്ങളിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആംബുലൻസിൽ പരിക്കേറ്റവരുമായി എത്തുന്നവരെ പോലും പ്രവേശിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ചികിത്സ കഴിഞ്ഞവർക്ക് പുറത്തു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടങ്ങളിൽ നിലനിൽക്കുന്നു. അത്രമാത്രം ദയനീയമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ ആശുപത്രിയിൽ കേന്ദ്രീകരിച്ചുള്ള ബോംബാക്രമണം അടക്കം ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഖാൻ യൂനിസ് ആശുപത്രി ഒഴിയണമെന്ന് വീണ്ടും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എന്നാൽ ഈ പുറത്തുള്ള ഈ ബോംബിങ് കാരണം ഈ ആശുപത്രി ജീവനക്കാർക്കടക്കം ആർക്കും പുറത്തു പോകാൻ പറ്റാത്തൊരു സാഹചര്യവും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇതിനൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ നടക്കുന്ന ബോംബാക്രമണങ്ങളെ ഈ ആശുപത്രി ഡോക്ടർമാർക്ക് നേരെ, രോഗികൾക്ക് നേരെ അടക്കം നടക്കുന്ന ഈ ആക്രമണങ്ങൾക്ക് ഉത്തരവാദി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരായിരിക്കുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. റഷ്യയും ദുരാഷ്ട്ര പരിഹാരമാണ് ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന നിലയിൽ മുന്നോട്ട് വന്നിട്ടൊരു സാഹചര്യം കൂടെ ഉണ്ട്. UK വിദേശകാര്യ സെക്രട്ടറി ഇന്ന് ഇസ്രായേൽ സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹവും ഇത്തരത്തിലുള്ള ഒരു പരിഹാരം തന്നെ മുന്നോട്ട് വെക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, മുഹമ്മദ് ഷാമോനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.